Welcome to Symphony, and I welcome you fondly, dearly and deeply. ഓർമ്മകളുടെ ഉണർത്തുപാട്ടാണ് സംഗീതം. സംഗീതത്തിൻ്റെ സുഗന്ധമായ ഒരു ദേവഗായിക, ഒരു വാനമ്പാടി. ശാരദീന്ദു മയൂഖമാലകൾ പൂചൊരിഞ്ഞൊരു സന്ധ്യയിൽ ഗാനമാധുരി പാടി വന്നു ശാരികേ എൻ മുന്നിൽ നീ. നിന്റെ ഗാന സരോവരങ്ങളിൽ ഹംസമായി നടന്നു ഞാൻ. നിന്റെ സപ്തസ്വരസുധാരസം ആചമിച്ചു വളർന്നു ഞാൻ. മലയാളത്തിൻ്റെ ഈ വാനമ്പാടിയെപ്പറ്റി ചിന്തിക്കാത്ത, ഹൃദയത്തിൽ ചേർത്ത് പിടിക്കാത്ത മലയാളികളില്ല, അല്ല ഭാരതീയരില്ല. ഇന്ന് ഈ മനോഹര ഗാനം ഈ വേദിയിൽ വീണ്ടും ഉണരുന്നു. അലയടിച്ചു വരുന്ന ഈ ഗാനത്തിനെ ഇവിടെ ഈ വേദിയിൽ ഇന്ന് അവതരിപ്പിക്കാൻ സിംഫണിക്ക് സന്തോഷമുണ്ട്. യെസ്, യു ഹാവ് ഗസ്ഡ് ഇറ്റ്. ഇറ്റ് ഈസ് ദ മെലോഡിയസ് മെലഡി ക്വീൻ എസ് ജാനകി. ജാനകിയമ്മ, എനിക്ക് അമ്മയെ കാണാൻ കുട്ടിക്കാലം തൊട്ടേ വലിയ ആഗ്രഹമായിരുന്നു. അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ ഉണരുണരൂ എന്ന പാട്ടോടുകൂടി നമുക്ക് തുടങ്ങിയാലോ? കുറച്ച് പാടാം. ആയിക്കോട്ടെ. അമ്മ, ഇത് ആദ്യത്തെ പാട്ടാണോ? ആദ്യമായിട്ട് മലയാളം പാട്ട് പാടിയതാണോ? ഇല്ല, ഇത് ആദ്യത്തെ പാട്ടില്ല. ഇത് ചില സോങ്സ് കഴിഞ്ഞിട്ട് തന്നെ ഈ പാട്ട് പാടി. ആദ്യത്തെ പാട്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രമാണ്. ഏത് പാട്ടായിരുന്നു അത്? ഒരു പാത്താസ് പാട്ട്, ഹിന്ദി ട്യൂൺ. നാഗനിലെ ഒരു പാട്ട് വന്നല്ലേ, ലതാ മങ്കേഷ്കർ പാടിയത്, മേരാ ദിൽ യേ പുകാരെ ആജാ, ആ ട്യൂണാണ്. ഓ, അത് ശരി. ഇതായിരുന്നു ആദ്യത്തെ പാട്ടല്ലേ? എവറി ലാംഗ്വേജ് ആദ്യം ഞാൻ പാടിയത് തമിഴാണ്, തമിഴ് പിക്ചർ. അതിലെയും ഇങ്ങനെ
പേദൈ പേദൈ എന്നാസൈ പാഴാനതേനോ ഇങ്ങനെ അങ്ങനെ പാത്തോസ് കഴിഞ്ഞ ആയിരുന്നു അല്ലേ? പാട്ട് തന്നെ. ആ. പിന്നെ നെക്സ്റ്റ് ഡേ തെലുഗു പാടി ഓ അത് ശരി. വിത്ത് ഫേമസ് സിംഗർ ഘണ്ടസാല. അവരോട് ഘണ്ടസാല. ചേർന്ന് ഒരു ഡ്യുവറ്റ്. ആ. നീ ആശ അടിയാസ ചെയ്താരേ മണിപൂസ ബ്രതുകൻസ മവാസ ഇങ്ങനെ. അത് പാത്താസ് തന്നെ. ആ, ആ, നിന്റെ ആശ എല്ലാം വീണ് ആ. ഇങ്ങനെ. ആ. പിന്നെ മലയാളത്തിലെ ഇങ്ങനെ കരയുന്ന പാട്ട് പാടി. ഇത് കഴിഞ്ഞിട്ട് ചില സോങ്സ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് AVM ആർട്ടിസ്റ്റായിട്ട് ചേർന്നു, ആ, സ്റ്റാഫ് ആർട്ടിസ്റ്റ്. ആ. പക്ഷേ AVMൽ ആദ്യമായിട്ട് പാടിയിട്ടില്ല. AVM ആർട്ടിസ്റ്റ് എന്ന പേരിലെ വലിയ ഫേമസ് അല്ലേ AVM. അതുകൊണ്ട് AVM സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് ചേർന്നു എന്നാൽ വലിയ പേരാണ്. അതുകൊണ്ട് പുറത്ത് എല്ലാവരും എന്നെ വിളിച്ചു. ഓ അത് ആദ്യം ശരി. ഞാൻ ആദ്യമായിട്ട് വെളിയെല്ലാം പാടി. പിന്നെ AVMലെ ഒരു 15-20 സോങ്സ് ആയത് പിൻപ് അതിനുശേഷം AVMലെ പാടി. AVMൽ കൂടെ ആദ്യമായിട്ട് പാത്താസ് തന്നെ. അത് സിൻഹലീസ് ലാംഗ്വേജ്. സിൻഹലീസിലെ. ഓ അത് ശരി. ഇങ്ങനെ ഓരോ ലാംഗ്വേജിലെയും ആദ്യത്തെ പാട്ട് പാത്തോസ് ചില ആണല്ലേ? പാത്താസിലെ പാടി. ഒരു കുട്ടി പിറന്നപ്പോൾ കരഞ്ഞുകൊണ്ട് പിറക്കുമല്ലേ, അതെ. പിന്നെ തന്നെ ചിരിക്കും. അതെ. അങ്ങനെ സിനിമാ ഫീൽഡിൽ ഞാൻ കരഞ്ഞുകൊണ്ട് പിറന്നു. കരഞ്ഞ് പിന്നെ ബാക്കി എല്ലാവരെയും ചിരിപ്പിച്ചു. പിന്നെ ചിരിച്ചുകൊണ്ടേ ഇതുവരെ പിന്നോക്കമില്ലാതെ ആ. അങ്ങനെ ഏതോ പോകുന്നു. മലയാളത്തിലെ ആദ്യത്തെ പാട്ട് ഏത് വർഷമായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? 57 തന്നെ. 57 ഞാൻ വന്നത് സിനിമാ ഫീൽഡ് 57 ഓ. അപ്പോഴേ AVMൽ ജോയിൻ ആയി. അപ്പോഴേ ഇതെല്ലാം പാടി. കണ്ടിന്യൂസ് റെക്കോർഡിങ്സ് തന്നെ. അത് ശരി. എത്ര പാട്ട് പാടിയിട്ടുണ്ടെന്ന് ഏകദേശം ഓർമ്മയുണ്ടോ? ഇതുവരെ 15,000 മേലെ ഓൺലി സിനിമ സോങ്സ്. 15,000. 17 ലാംഗ്വേജസ്. 17 ലാംഗ്വേജിലായിട്ടല്ലേ? ആൻഡ് 12 അവാർഡെങ്കിലും മലയാളം അവാർഡ് തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? 12 13 നാഷണൽ അവാർഡ് 3. 4. 4. പിന്നെ തെലുഗു ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റ്സ് നന്ദി അവാർഡ്സ് 6 or 7 times, 7 or 8 times. പിന്നെ തമിഴ്നാട് ഗവൺമെൻറ് അവാർഡ്സ് 5 times അങ്ങനെ. പിന്നെ കലൈമാമണി ഭാരതദാസൻ അവാർഡ്, സെയിം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്സ്, ഇങ്ങനെ ഫിലിം ഫാൻസ് അവാർഡ്സ്. ഈ അവാർഡൊക്കെ വെക്കാനായിട്ട് വീട്ടിലൊരു പ്രത്യേക മുറി തന്നെ ഉണ്ടാവും അല്ലേ? ഇത്രയും അവാർഡുകൾ എങ്ങനെയാണ് വെക്കുക? ജാനകിയമ്മ പാട്ട് പാടുമ്പോൾ സ്വരരാഗ സുന്ദരിമാർക്കും അരികിൽ വരാൻ കുറച്ച് നാണം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ആ ഉണ്ടായിരുന്നു. ആണല്ലേ? ഓർമ്മ വരുന്ന നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു റെക്കോർഡിങ്ങിലെ ഈ അവിടുന്ന് ഗാനം കേൾക്കാൻ ഒരു പാട്ട് ഞാൻ പാടിയല്ലേ. ഉവ്വ. അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. ഈ പാട്ട് റെക്കോർഡിങ് ഞാൻ പാടുമ്പോൾ 2 സ്ത്രീ റെക്കോർഡിങ് കാണാൻ വന്നു. എന്നെ കാണണമെന്നിട്ട് വന്നു. പിന്നെ ഈ റൂമിൽ ഞാൻ പാടുന്നു, അവിടെ റെക്കോർഡിങ് ചെയ്യുന്ന സ്ഥലത്തിൽ അവർ ഇരിക്കുന്നു. അവർ 2 പേർക്കും എന്നെ വന്ന് കാണണം, സംസാരിക്കണം എന്നൊരു ആഗ്രഹമാണ്. പക്ഷെ നാണിക്കുന്നു. ഈ പാട്ട് കഴിഞ്ഞു, റെക്കോർഡിങ് കഴിഞ്ഞു. അവരവിടെ നിന്ന് ഇവിടെ വരണം, അരികിൽ വരണം. അത് ഒരു എന്തിനെന്ന് അറിയില്ല, അത്ര നാണിക്കുന്നു. വളരെ സുന്ദരിയായിട്ടിരിക്കുന്നു 2 പേരും, സുന്ദരമായ സ്ത്രീകൾ തന്നെ. ഞാൻ പറഞ്ഞു, വരൂ ഇവിടെ വന്നിട്ട് സംസാരിക്കൂ, എന്താണ് വരാൻ അത്ര നാണം? അപ്പോൾ പാട്ട് കേട്ടല്ലേ, എൻ്റെ പാട്ട് കറക്റ്റായിട്ട് ഇരിക്കുന്നത് അല്ലേ? അവർ പിന്നെ വന്ന് സംസാരിച്ച് നാണിച്ചുകൊണ്ടേ സിറ്റുവേഷന് കറക്റ്റായിട്ടിരിക്കുന്നു. ഈ നവംബർ 19 സലീൽ ചൗധരിയുടെ 77ാമത്തെ പിറന്നാളായിരുന്നു. ജാനിയമ്മ സലീൽ ചൗധരിയുടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ, അതിമനോഹരമായ പാട്ടുകൾ. അതെ. ഇഷ്ടമുള്ള 1-2 പാട്ടുകൾ പാടിയാലോ? ആദ്യമായിട്ട് അവരുടെ മ്യൂസിക്കിലെ സ്വപ്നം അല്ലേ, പിക്ചർ സ്വപ്നം, അതിലെ പാടി. അത് 2-3 പാട്ട് പാടി. അല്ല, ശാരിക ആദ്യമായിട്ട് പാടിയത് ശാരിക. വളരെ നന്നായിട്ട് ചെയ്തു സാങ്.
പിന്നെ ഇനിയൊരു പാട്ട് 2-3 പാട്ട് പാടി. അതിൽ കാണാക്കുയിലേ എന്നൊരു പാട്ട് പാടി. കാണാക്കുയില. വളരെ പോപ്പുലർ സോങ് തന്നെ. ഉവ്വ. അത് ആ റെക്കോർഡിങ് നടക്കുമ്പോൾ ഒരു സംഭവം നടന്നു. എന്തെന്നാൽ ആ സ്റ്റാർട്ടിങ് അങ്ങനെ ഒരു സ്വെല്ലായിട്ട് വരണം. കാണാക്കുയിലേ പാടണം. ആ വാല്യൂം അങ്ങനെ റേസ് ചെയ്ത് വയസ്സിലേയെ റെക്കോർഡിങ്ങിലല്ല വയസ്സിലെ റേസ് അങ്ങനെ ചെയ്ത് അങ്ങനെ പാടണം. പക്ഷേ അവിടെ എന്ത് നടന്നെന്ന് അറിയില്ല. ഈ റെക്കോർഡിംഗ് മെഷീനിൽ ഏതോ കംപ്രസർ സംതിങ് കോമ്പിനേഷൻ വെച്ചിരിക്കും, എനിക്കറിയില്ല. എല്ലാം ഒരേ ലെവലായിട്ട് കേൾക്കുന്നു. ഞാൻ റൂമിലെ പാടുന്നു, ഇവർ സലിൽ ചൗധരി അവിടെ റെക്കോർഡിംഗ് റൂമിലിരിക്കുന്നു. കാണാക്കുയിലേ എന്ന് തന്നെ കേൾക്കുന്നു. ഞാൻ ഇപ്പോൾ പാടി നിങ്ങൾ കേട്ടല്ലേ എങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ റേസ് ആയല്ലേ. ഗിരിശൃംഖം പോലെ ഞാൻ അങ്ങനെ പാടുന്നു അവിടെ. പക്ഷേ അവർ വന്ന് 10 പ്രാവശ്യം പാടിയാലും അതങ്ങനെ വരുന്നു. അവർ അവിടെ നിന്ന് എന്നെ അരികിൽ വന്ന്, ഇല്ല ഇങ്ങനെയല്ല അങ്ങനെ പാടണം, സ്വെല്ലായിട്ട് അങ്ങനെ വരണം അവർ പറയുന്നു. അയ്യോ ഞാൻ അങ്ങനെ തന്നെ പാടുന്നു എന്ന് ഞാൻ പറയുന്നു. പിന്നെ റെക്കോർഡിസ്റ്റ് ചോദിച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഇരിക്കുന്നു, കൈ കൂടെ വെച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, അവർ നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ പാടിക്കാട്ടാം, ഇവിടെ ശരിയായിട്ടില്ലെങ്കിൽ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ സലിൽ ചൗധരി എന്നരികിൽ നിന്നു, അടുത്ത് നിന്നു. അപ്പോൾ ഞാൻ പാടി, നിങ്ങൾ കേൾക്കൂ, ഇങ്ങനെ ഞാൻ പാടുന്നു. കാണാക്കുയിലേ ഇങ്ങനെ പാടിയതോ, वाह वाह क्या बात है जानकी जी, कितना अच्छा है, क्यों उधर क्यों नहीं आता, ऐसा बोला. ഞാൻ എന്ത് ചെയ്യണം, റെക്കോർഡിസ്റ്റ് അറിഞ്ഞിട്ട് ലെവല് നമ്മൾ പാടിയപ്പോൾ ഇവിടെ എന്തിനെ വന്നിട്ടില്ല എന്ന് ചോദിക്കണമല്ലേ. അവർ ചോദിച്ചിട്ടില്ല. പക്ഷേ ആ പാട്ട് അങ്ങനെ ഇരിക്കുന്നു, നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. ഈ സ്പെല്ല് അതിലെ ഉണ്ടോ, ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെ പാടി. കുറച്ച് ആ പാട്ട് പാടാം. കാണാക്കുയിലേ പാട്ടാണ്, വളരെ നന്നായിട്ട് ചെയ്തു. അവർ വളരെ സന്തോഷപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ മ്യൂസിക്കിൽ എത്രയോ സോങ്സ് ഞാൻ പാടി. ഈ കിലു കിലും കിലു കിലും കിളിക്കനാണ് ഈ പാട്ട്. പിന്നെ സന്ധ്യ, അതൊന്ന് സന്ധ്യ എത്ര നല്ല പാട്ട്. പിന്നെ മലർക്കൊടി പോലെ മഞ്ഞുത്തുടി പോലെ ആ പാട്ടൊന്ന്. ഇങ്ങനെ യാമിനി ദേവി യാമിനി പാടു നീ എൻ കഥ, ഇതൊന്നും ഇങ്ങനെ എത്രയോ സോങ്സ് പാടി സലിൽ ചൗധരിയുടെ. അവർ വളരെ ഇഷ്ടപ്പെട്ട് പാടിപ്പിക്കും എന്നെ. അങ്ങനെ സന്ധ്യ ഓർമ്മയുണ്ടോ അമ്മേ? ഒന്ന് പാടാം. ഒരു പല്ലേ പാടാം. സന്ധ്യ നൊമ്പരം
നല്ല പാട്ടാണ്. മോഹൻ ചിരിക്കുമ്പോഴും അമ്മയുടെ ആ പാട്ടില് ആ സന്ധ്യയുടെ ദുഃഖവും കണ്ണീരൊക്കെ വരുന്നുണ്ട്. എത്രയോ സാങ്സ്, ദുഃഖത്തിന്റെ സാങ്സ് എത്രയോ പാടി. അപ്പം ആ ശബ്ദത്തിലെ ആ ഭാവം, മോഹൻ ചിരിച്ചിരിക്കുമ്പോഴും അതേ ചിരിക്കണ്ടേ, അങ്ങനെ കരഞ്ഞുകൊണ്ടേ പാടും. ചിരിക്കും കരയും. അതെ, കരയുന്ന പാട്ട് കൂടെ ചിരിച്ചുകൊണ്ടേ പാടും. അമ്മ എ.ടി. ഉമ്മറിൻ്റെ ഒരുപാട് അതിമനോഹരമായ പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ അല്ലേ? എത്രയോ പാടി, നല്ല സാങ്സ് ഉണ്ട്. വെരി ഗുഡ് സാങ്സ്. അതിലെ ഓർമ്മയുള്ള 1-2 പാട്ടുകൾ ഓർമ്മയുണ്ട്. ഈ തുഷാര ബിന്ദുക്കളെ എന്നൊരു പാട്ടുണ്ടായിരുന്നു. തുഷാര ബിന്ദുക്കളെ, തുഷാര ബിന്ദുക്കളെ ഏതോ അങ്ങനെ ഓർമ്മയില്ല. പിന്നെ നീലജലാശയത്തിൽ ഒരു പാട്ട്, വളരെ ബ്യൂട്ടിഫുൾ സോങ്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ, ഇങ്ങനെ ഒരു പാട്ട്, വളരെ നല്ല പാട്ടാണ്. പിന്നെ എത്രയോ സോങ്സ് പാടി. ഒരു ഹിന്ദി സോങ് കൂടെ പാടി, തടാകം എന്നൊരു പടം. അതിൽ ഫേമസ് സിംഗർ പി ശ്രീനിവാസല്ലേ, അവർ ഹിന്ദിയിലെ പാട്ട് എഴുതി. അദ്ദേഹത്തിൻ്റെ വരികളാണ് അത്. എന്തിനെന്നാൽ പിക്ചറിലെ ഹീറോയിൻ കാശ്മീർ ഗേൾ അങ്ങനെ ഹിന്ദിയിലെ പാടും. അതുകൊണ്ട് ഹിന്ദി സോങ് ഫുള്ളായിട്ട് ഹിന്ദി സോങ് വെച്ചു. झील किनारे तुझको पुकारे सज धज कर ला 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 ला. ഇങ്ങനെ വളരെ നന്നായിരിക്കും പാട്ട്. ഈ പാട്ട് കാശ്മീർ കൊണ്ടുപോയി അവിടെ ഷൂട്ടിംഗ് ചെയ്യുന്നു. അപ്പോൾ ബാംബെയിൽ നിന്ന് കൂടെ ഹിന്ദി പ്രൊഡ്യൂസേഴ്സ് അവരെല്ലാവരും ഹിന്ദി സോങ്സ് അവിടെ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ഇവർ പിക്ചറൈസ് ചെയ്യുമ്പോൾ ഈ സോങ് അവർ കേട്ടു. അവർ പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു, ആര് മ്യൂസിക് ചെയ്തു, ആര് പാടി, ഇങ്ങനെ എല്ലാവരും ചോദിച്ചു എന്ന് എനിക്ക് മ്യൂസിക് ഡയറക്ടർ അവരെല്ലാവരും പറഞ്ഞു. ശശി ഡയറക്ഷൻ തന്നെ, വളരെ വെരി ഗുഡ് സോങ്. അതിൽ ഇനി ഒരു പാട്ട് കൂടി ഞാനും യേശുദാസ് കൂടെ ഒരു പാട്ട് പാടി. അത് ഹിന്ദിയിലെ സ്റ്റാർട്ടാകും, പിന്നെ മലയാളം. പിന്നെ അവർ തമിഴ് പാടി, മലയാളം പാടി, ഞാൻ ഹിന്ദി, പിന്നെ ഞാൻ മലയാളം അവർ ഹിന്ദിയിൽ പാടുന്നത്, ഇങ്ങനെ ഒരു പാട്ട് വളരെ നന്നായിരിക്കും. മ്യൂസിക് വളരെ നല്ല മ്യൂസിക്കാണ്. തടാകം കണ്ടോ പിക്ചർ? ഇല്ലല്ലേ? അത് അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഒരു കാര്യം പറയട്ടെ. എ.ടി. ഉമ്മർത് അവളുടെ രാവുകൾ എന്ന ഒരു പിക്ചർ മ്യൂസിക് ചെയ്തു എ.ടി. ഉമ്മർ, ഐ വി ശശി തന്നെ. അതിൽ എന്താണെന്നാൽ 2 പാട്ട് ഞാൻ പാടി, ഓർമ്മയുണ്ടോ? കിരണങ്ങൾ ഒളി വീശിയില്ല, രജനീ
പറഞ്ഞെന്നാൽ ഇതിലൊരു കാര്യമുണ്ട്. ഈ ഈ ബാക്ക്ഗ്രൗണ്ട് വരുന്നല്ലേ, ഉവ്വ. അങ്ങനെ വയലൻസ്, ഫുൾ വയലൻസ്, ഉവ്വ. ഹെവി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് വരും. അത് നമ്മുടെ മലയാളം പിക്ചറിലെ അത്ര ആരും ബെയർ ചെയ്യുന്നില്ല പണം അല്ലേ. എല്ലാ ഞാൻ കൂടെ അപ്പോൾ വളരെ മലയാളം പിക്ചേഴ്സ് എന്നാൽ പണം കമ്മി കുറച്ച് വാങ്ങി തന്നെ പാടി. അതുകൊണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് നിറയെ എനിക്ക് 100 വയലൻസ് വേണം അങ്ങനെ എന്ന് പറഞ്ഞാൽ ആരും കൊടുക്കുന്നില്ല. അതുകൊണ്ട് IVSC ഡയറക്ടറിലെ ബ്രെയിൻ ഒരു കാര്യം ചെയ്തു. ആ റെക്കോർഡ് കൊണ്ടു. ഇത് സ്വാമി എന്ന ഒരു പിക്ചറിലെ ലതാ മങ്കേഷ്കർ പാടിയ സോങ്സാണ് ഈ 2 പാട്ടും. ഹിന്ദിയിലെ സ്വാമി പിക്ചർ. അതിൽ ഈ 2 പാട്ടും ഉണ്ണിയാരോ, അത് ഈ രാഖേന്ദ് കിരണങ്ങൾ 2ഉം ലതാ മങ്കേഷ്കർ പാടിയ ഹിന്ദി സോങ്സ്. സെയിം ട്യൂൺ ഇവർ വെച്ചു. അപ്പോൾ IVSC എന്ത് ചെയ്തെന്നാൽ ഒരു റെക്കോർഡ് കൊണ്ടുവന്ന് ആ സോങ് റെക്കോർഡ് തിയേറ്ററിൽ റെക്കോർഡിങ് ഞാൻ റൂമിൽ പാടും ഹെഡ്ഫോൺസ് വെച്ച്. പിന്നെ ഓർക്കസ്ട്ര ചില പേർ വോയിസ് ഫോളോ ആകുന്നത്ര ഇൻസ്ട്രുമെൻറ്റ്സ്, റിതംസ്, ഗിറ്റാർസ് ഇതെല്ലാം ഹാളിൽ എല്ലാവരും ഇരിക്കുന്നു. എല്ലാവരും ഹെഡ്ഫോൺസ് വെച്ചു. ഒരു കണ്ടക്ടർ, ഐ തിങ്ക് ശേഖർ തന്നെ ആയിരിക്കും, നമ്മുടെ റഹ്മാൻ്റെ ഫാദർ ശേഖർ. അവരെത്രയോ മ്യൂസിക് ചെയ്ത് അവരുടെ മ്യൂസിക്കിൽ കൂടെ ഞാൻ പാടി. അവർ തന്നെ മുക്കാൽവാசி എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ കണ്ടക്ടറായിട്ട് ഓർക്കസ്ട്രൈസേഷന് കണ്ടക്ടിങ് ചെയ്യുന്നത് ശേഖർ തന്നെ മലയാളം പിക്ചേഴ്സിൽ. അങ്ങനെ അവർ കണ്ടക്ട് ചെയ്യുന്നു. ഇവരെന്ത് ചെയ്യുന്നതെന്നാൽ റെക്കോർഡിങ് റൂം ഉണ്ടല്ലേ, മിക്സർ, ആ മിക്സറിൽ മേലെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ഇതിരിക്കും, പ്രൊജക്ടർ മേലെ ആ പാട്ട് ഒറിജിനൽ തന്നെ ഇവിടെ ഫീഡ് ചെയ്യുന്നു. കണക്ഷൻ വെച്ച് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ആ ഹെവി ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ഇവിടെ എങ്ങനെ റേസ് ചെയ്തു പാട്ട് വരുമ്പോൾ അവർ വായിക്കും, ഞാൻ പാടും. അത് ഓഫ് ചെയ്യും. അത് ഓഫ് ചെയ്താൽ ഞങ്ങൾ പാടുന്നത് വരും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഈ ഹെവി ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴെല്ലാം അത് ഓൺ ചെയ്യും. അവിടെ പ്ലേ ചെയ്യുന്നില്ല, അത് വരും. ആ ടെമ്പോയിൽ തന്നെ കറക്റ്റായിട്ട് ഞങ്ങൾ പാടി. അത് വരുമ്പോൾ അത് റേസ് ചെയ്തു, പിന്നെ പാടുമ്പോൾ അത് ഓഫ് ചെയ്ത് ഇത് വരുമ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്തപ്പോൾ അത്ര ഹെവി ആയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം കിട്ടി. ആക്ച്വലായിട്ട് ഒറിജിനൽ തന്നെ അത് ഫീഡ് ചെയ്തു. അത് ചെയ്യണമെന്നാലും ഐഡിയ വരണമല്ലേ, അത് ഡയറക്ടർ ബ്രെയിൻ അത്ര നല്ല ബ്രെയിനാണ്. മാജിക്കൽ മിക്സ്ചറാണ് ഈ പാട്ട് മിക്സ് ചെയ്തു. പാട്ടെല്ലാം നമ്മൾ പാടി, ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ബോംബെയിൽ നിന്ന് വന്നു. അങ്ങനെ ചെയ്തു. അപ്പോഴെല്ലാം ട്രാക്ക് കൊണ്ടുവരുന്നതും ട്രാക്കിലെ പാടുന്നതില്ലല്ലോ. ഈ റെക്കോർഡ് വെച്ച് സാധാരണ റെക്കോർഡിൽ നിന്ന് അങ്ങനെ ഫീഡ് ചെയ്തു. അത് വളരെ ഗ്രേറ്റ് അല്ലേ അങ്ങനെ ചെയ്യുന്നത്. ട്രാക്ക് പാടുന്നതിന്റെ തുടക്കം അവിടെയാണ്. ട്രാക്ക് ആയാൽ ഫുള്ളായിട്ട് സോങ് എല്ലാം ഇരിക്കും, ഹെഡ്ഫോൺ പോയിട്ട് ഞങ്ങൾ പാടും. ഓർക്കസ്ട്ര ജോലി ഒന്നുമില്ല, പക്ഷെ ഓർക്കസ്ട്ര കൂടെ ഉണ്ട് പാട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചെയ്തു ആ സോങ്സ്, ഈ 2 പാട്ടും. അത് ഇത്ര ചില വിഷയങ്ങളെല്ലാം മറക്കാൻ സാധ്യമില്ല. എനിക്ക് അങ്ങനെ ഓർമ്മയിരിക്കും ആ സോങ് റെക്കോർഡിങ് പാടിയത് ഇതെല്ലാം.